ഇത് മസ്ജിദുൽ കിബ്ലത്തൈൻ, രണ്ട് കിബിലകളുടെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ജെറുസലേമിലെ മസ്ജിദുൽ അക്സയിൽ നിന്ന് മക്കയിലെ കഅബയിലേക്കുള്ള ദിശ മാറ്റാൻ കാരണമായപ്പോൾ ആദ്യമായി കൂട്ടമായി നിസ്കരിച്ച സ്ഥലമായതിനാൽ ഇതിനെ മസ്ജിദുൽ കിബ്ലത്തൈൻ എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ കഅബയിലേക്ക് മുഖം തിരിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ തൻ്റെ അനുയായികളോട് കൽപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അന്നവിടെ രണ്ട് മിഹ്റാബുകൾ ഉണ്ടായിരുന്നു. ഒന്ന് മസ്ജിദുൽ അക്സയിലെ ദിശയിലും മറ്റൊന്ന് മക്കയുടെ ദിശയിലും. എന്നിരുന്നാലും പഴയ മിഹ്റാബ് ഇപ്പോഴും മൂടിയ നിലയിലാണ് കാണപ്പെടുന്നത്. 1987 പള്ളി പൂർണ്ണമായും പൊളിച്ചു മാറ്റുകയും പുതുതായി നിർമ്മിക്കുകയും ചെയ്തിരുന്നു. ജെറുസലേമിനെ അഭിമുഖീകരിക്കുന്ന പഴയ കിബിലയെ നീക്കം ചെയ്യുകയും അതേസമയം മക്കയെ അഭിമുഖീകരിക്കുന്നത് നിലനിർത്തുകയും ചെയ്തു. ഖുബ പള്ളിക്കും മസ്ജിദുൻ നബവിക്കും ഒപ്പമുള്ള ആദ്യകാല പള്ളികളിൽ ഒന്നാണ് മസ്ജിദുൽ കിബ്ലത്തൈൻ. ഇസ്ലാമിക വാസ്തുവിദ്യ രൂപകൽപ്പന ചെയ്താണ് പള്ളിയുടെ നിർമ്മാണ രീതികൾ. മനോഹരമായ രണ്ട് താഴികക്കുടങ്ങളും രണ്ട് മിനാരങ്ങളും കാണാം. പള്ളിയുടെ അകത്ത് ഒരേ സമയം 2000 ആൾക്കാർ വരെ നിസ്കരിക്കാം എന്നുള്ളതാണ്. 400 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു ആർക്കേഡ് സ്ത്രീകൾക്കുള്ള പ്രാർത്ഥനാ ഹാളായി കാണാം. ചെമ്പുകൊണ്ടുള്ള അതിമനോഹരമായ അലങ്കാര വിളക്കുകളാണ് പള്ളിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതും. മസ്ജിദുൽ കിബ്ലത്തൈൻ്റെ മുകൾ ഭാഗമാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മദീനയിലെ മനോഹരമായ മലഞ്ചെരിവുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടായാണ് ഒരുപാട് പുണ്യ സ്ഥലങ്ങളും സ്ഥിതി ചെയ്യുന്നത്. മസ്ജിദുൽ കിബ്ലത്തൈൻ്റെ റൂഫ് ഭാഗങ്ങൾ നല്ല അതിവിശാലമായ സൗകര്യങ്ങളാണ് ഉള്ളത്. ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലത്തെ ഒത്തിരി സ്പേസുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വാട്ടർ കൂളിംഗ് ഫാന് കാണാം. അതുപോലത്തെ പല വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മസ്ജിദുൽ കിബ്ലത്തൈൻ്റെ കാഴ്ചയാണ് നമുക്കിവിടെ കണ്ടത്. അപ്പോൾ ഇനിയും അടുത്തൊരു വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം.